നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രമായ എമ്പുരാൻ റിലീസായതോടെ നടക്കുന്നത് വിവാദ പെരുമഴയാണ്. യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത പല ചരിത്ര സത്യങ്ങളും വളച്ചൊടിച്ച് ഒരു പ്രത്യേക വിഭാഗത്തെ സന്തോഷിപ്പിക്കാനായി എടുത്ത ഒരു ചിത്രം മാത്രമാണിതെന്നാണ് മോഹൻലാൽ ആരാധകർ പോലും പറയുന്നത്. ചിത്രത്തിൽ ഗോദ്ര തീവെപ്പിനെയും തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപത്തെയും വക്രീകരിച്ച് തീവ്രവാദികളെ ന്യായീകരിക്കുന്ന പലതുമാണുള്ളത്. ചിത്രത്തിലെ പ്രൊപ്പഗണ്ട മനസ്സിലാക്കി ടിക്കറ്റ് ക്യാൻസൽ ക്യാമ്പയിനും നടന്നുകൊണ്ടിരിക്കുന്നു. ഗോദ്ര തീവെപ്പിനെ കുറിച്ച് കുറിപ്പുമായി എഴുത്തുകാരൻ ജിതിൻ ജേക്കബ് രംഗത്തെത്തി. ഒരു പ്രകോപനവുമില്ലാതെ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ, വസ്തുവകൾ കൊള്ളയടിക്കുമ്പോൾ, സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ പ്രതിരോധമുയർത്താൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് മുന്നിൽ നിന്നതെന്ന് ചരിത്ര സത്യം തന്നെയാണ്. ആ പ്രതിരോധത്തെ നിങ്ങൾ എത്ര വികൃതമായി ചിത്രീകരിച്ചാലും സാധാരണ ജനങ്ങൾക്ക് സംഘപരിവാർ ഇന്നലെയും ഇന്നും നാളെയും പ്രതീക്ഷ തന്നെയാണ്. തങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെ പ്രതിരോധിക്കാൻ സംഘമുണ്ടാകുമെന്ന വിശ്വാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഖത്തറിലെ മുഴുവൻ എണ്ണ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് സിനിമ ഉണ്ടാക്കിയാലും അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് വെളുപ്പിക്കാൻ നോക്കിയാലും ഒരു കാര്യം ഉറപ്പാണ്: സമാധാനത്തോടെ ജീവിക്കുന്ന ജനതയെ ഒരു കാര്യവുമില്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചാൽ 1000 മടങ്ങായി തിരിച്ചു കിട്ടും. അതിപ്പോൾ ഗുജറാത്ത് ആണെങ്കിലും, നാഗ്പൂർ ആണെങ്കിലും, ഡൽഹിയിലാണെങ്കിലും, ലഡാക്കിലാണെങ്കിലും, ഇസ്രായേൽ ആണെങ്കിലും അങ്ങനെ തന്നെ. ഇത് മുന്നറിയിപ്പോ സന്ദേശവുമല്ല, ഇതാണ് യാഥാർത്ഥ്യം. ഇന്നലെയും ഇങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയാണ്, ഇനി നാളെയും അങ്ങനെ തന്നെയായിരിക്കും. നിരപരാധികളായ സാധാരണ മനുഷ്യരെ ഒരു പ്രകോപനവുമില്ലാതെ അങ്ങോട്ട് കയറി ആക്രമിക്കും. അവരുടെ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും തീയിടും. സ്ത്രീകളെ ഉപദ്രവിക്കും. വനിതാ പോലീസുകാരെ പോലും വെറുതെ വിടില്ല. സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് അവരുടെ മൃതദേഹങ്ങൾ തുപ്പുകയും ചവിട്ടുകയും ചെയ്യും. എന്നിട്ട് വലിയ രീതിയിൽ ആഹ്ലാദ പ്രകടനം നടത്തും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അക്രമം നടത്തുന്നവർ മാത്രമല്ല, ആഹ്ലാദവും ആർപ്പുവിളിയും നടത്തുന്നത് എന്നുകൂടിയാണ്. കെ മുഹമ്മദിന്റെ ഞാൻ എന്ന ഭാരതീയൻ എന്ന ബുക്കിൽ പറയുന്നുണ്ട്, ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറെക്കുറെ എല്ലാ കലാപങ്ങളും ഭൂരിപക്ഷ സമുദായത്തെ ഒരു പ്രകോപനവുമില്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചതിന് തിരിച്ചടിയായിരുന്നു എന്നത്. ട്രെയിനിൽ പോയിരുന്ന സാധാരണ മനുഷ്യർ, അതിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുമ്പോൾ ഞങ്ങളെ കൂടെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ജനത കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നാണോ കരുതിയത്? നാഗപ്പൂരിൽ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, വ്യാജ പ്രചരണം നടത്തിയ ആളുകളെ ഇളക്കിവിട്ട് സമാധാനത്തോടെ ജീവിക്കുന്ന ജനതയുടെ സ്ഥാപനങ്ങൾ ആക്രമിച്ച് വീടുകൾ കൊള്ളയടിച്ച് അക്രമം നിയന്ത്രിക്കാനെത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ലൈംഗികമായി ആക്രമിച്ചു. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണം എന്താകും? അഹിംസയുടെ ബാനറും ഉയർത്തി രഘുപതി രാഘവ രാജാറാം പാടി എത്ര വേണമെങ്കിലും ആക്രമിച്ചോ, എത്ര വേണമെങ്കിലും കൊള്ളയടിച്ചോ, എത്ര വേണമെങ്കിലും സ്ത്രീകളെ ആക്രമിച്ചോ എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നാണോ കരുതുന്നത്? നാഗപ്പൂരിലും അവരൊരു പൂ ചോദിച്ചു, തിരിച്ചൊരു പൂന്തോട്ടം തന്നെ കിട്ടി. ഒരു പ്രകോപനവുമില്ലാതെ സാധാരണക്കാരെ ആക്രമിച്ചിട്ട്, സ്ത്രീകളെ ഉപദ്രവിച്ചിട്ട്, വസ്തുവകൾ കൊള്ളയടിച്ചിട്ട് ആഹ്ലാദവും ആർപ്പുവിളിയും നടത്തുമ്പോൾ അതിന്റെ 1000 മടങ്ങ് തിരിച്ചുണ്ടാകും. അതൊരു പ്രകൃതി നിയമമാണ്. ഇസ്രായേൽ കയറി 1500 സാധാരണക്കാരെയാണ് കൊല ചെയ്തത്. അവരെ വെറും സാധാരണക്കാർ മാത്രമായിരുന്നു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട്, കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് കൊന്നിട്ട് ആ മൃതദേഹങ്ങൾ തുപ്പുകയും ചവിട്ടുകയും ചെയ്ത് തീവ്രവാദികളും പുറമെ മതേതരത്വം പറഞ്ഞു നടക്കുന്നവരും ആഹ്ലാദിക്കുമ്പോൾ അവരെ പോരാളികൾ എന്ന് വിശേഷിപ്പിച്ച മനോരമ അടക്കമുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഓർത്തില്ലേ, കല്ലിനുമേൽ കല്ല് ശേഷിയില്ലാതെ ഇസ്രായേൽ എല്ലാം തച്ചുടയ്ക്കുമെന്ന്. നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ ആഘോഷിച്ച പലസ്തീൻ ജനത ഇപ്പോൾ സമാധാനത്തിന്റെ വെള്ളക്കൊടിയും ഉയർത്തി എങ്ങനെയും ഇതൊന്ന് നിർത്തൂ എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയത് അവർക്ക് പശ്ചാത്താപം ഉണ്ടായതുകൊണ്ടല്ല, മറിച്ച് വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ്. അങ്ങോട്ട് കയറി ആക്രമിച്ചതിന്റെ തിരിച്ചടി ഉണ്ടായാൽ ഫാസിസം, ന്യൂനപക്ഷ അക്രമം, മനുഷ്യാവകാശ ലംഘനം, വംശീയ ഉന്മൂലനം എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചാൽ എല്ലിൻ കഷ്ണങ്ങൾക്ക് വേണ്ടി മുട്ടിലെഴിയുന്ന മാധ്യമങ്ങളുടെയും തീവ്രവാദത്തിന്റെ പുതിയ ഹെഡ്ക്വാർട്ടേഴ്സായ ഐക്യരാഷ്ട്രസഭയുടെയും തീവ്രവാദി സംഘടനകളുടെയും നാക്കായ മനുഷ്യാവകാശ സംഘടനകളുടെയും സെലിബ്രിറ്റികളുടെയും ഒക്കെ ഇടപെടൽ കൊണ്ടും തിരിച്ചടി പെട്ടെന്ന് നിൽക്കുമെന്ന് കരുതിയവർക്ക് തെറ്റിപ്പോയി. ഇത്തവണ അതാണ് ഗാസയിൽ ഇപ്പോൾ കാണുന്നത്. നിരപരാധികൾ ആക്രമണത്തിന്റെ ഇരയാകുമ്പോൾ കരുണയേക്കാൾ നീതിയാണ് നടപ്പാക്കുക. അതെ, അതാണ് സ്വാഭാവിക നീതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിതിൻ ജേക്കബ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.